കാരണം ഇതിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇതൊക്കെ തോന്നാനാ എന്ന് മാത്രമേ ഉള്ളൂ. ബോഡി ഷേമിംഗ് ഒന്നുമല്ല, എന്നാലും പറയുമ്പോൾ ഒരു മര്യാദ വേണ്ട. നമുക്കറിയാം ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ് വുമൺ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ നമ്മുടെ സമൂഹം മുൻപ് മാറ്റി നിർത്തപ്പെട്ടിരുന്നൊരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഇവരും മനുഷ്യരല്ല, ഇവർക്കും ജീവിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് പരിഗണന എന്ന് പറയുന്നത് എല്ലാവർക്കും കൊടുത്തു. ആ പരിഗണന കൊടുത്തപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്? ഈ വഴിയെ പോകുന്നവരെ പിടിച്ച് ആക്രമിക്കുക, അവരെ തുണിപൊക്കി കാണിക്കുക, അവർക്ക് മേൽ വലിയൊരു അക്രമം അഴിച്ചു വിടുക. ഇവർക്കൊരു സംവരണം കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയ ഒരു പരിപാടിയാണ്. ഇതിനു മുൻപ് നാട്ടുകാരെ കുറ്റം പറയും, കളിയാക്കും എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് ഒതുങ്ങി ഒരു സൈഡിൽ ഇരുന്നിരുന്നു. എന്നാൽ ഇപ്പോഴോ ഒരു സംവരണം കിട്ടിയപ്പോൾ അതൊരു പ്രിവിലേജായി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനൊരു പ്രിവിലേജ് ആക്കി എടുത്തുകൊണ്ട് ഈ ആണുങ്ങളുടെ മേൽ വലിയൊരു രീതിയിലുള്ള പ്രസ്താവനയായിട്ട് വന്നിരിക്കുകയാണ്. ആണുങ്ങൾക്ക് ഇവിടെ പെൺകുട്ടികളുണ്ട്, എന്തെങ്കിലും പരിപാടികൾ അവരെ ഒപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനിടയിൽ ഇങ്ങനൊരു ട്രാൻസ് വുമൺ വന്നിട്ട് പരാതി പറയേണ്ട അല്ലെങ്കിൽ ഒരു പരാമർശം നടത്തേണ്ട ആവശ്യകത ഉണ്ടോ എന്നാണ് ഞാനിവിടെ ചോദിക്കുന്നത്. എന്തായാലും അത് പൊളിച്ചടിക്ക് രാഹുൽ കയ്യിൽ കൊടുത്തു. ഈ രാഹുലിനെതിരെ വന്ന പരാമർശങ്ങൾ പിന്നീട് ഈ അവന്തിക്ക് ഇതിന് മുൻപ് റിപ്പോർട്ടർ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, രാഹുൽ എനിക്ക്